പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ. അപ്പോൾ ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി, മുത്തശ്ശിക്ക് സന്തോഷമായി, യാത്രയ്ക്ക് തയ്യാറായി, ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. അപ്പോൾ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതുകയാണെങ്കിൽ ആദ്യം ഏത് വരും? യാത്രയ്ക്ക് തയ്യാറായി. രണ്ടാമതായിട്ടോ നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മൂന്നാമതായിട്ട് വലിയത് വാക്കാണ് ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. പിന്നെയോ മുത്തശ്ശിക്ക് സന്തോഷമായി. ഇനി മാണിക്യച്ചമ്പഴുക്ക നോക്കുക. മാഞ്ചുവെട്ടിൽ കുട്ടികളുടെ ബഹളം. അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. ഏതു കളിയാ നിങ്ങൾ കളിക്കുന്നത്? നന്ദന ചോദിച്ചു. മാണിക്യച്ചമ്പഴുക്ക. അതെങ്ങനെയാ കളിക്കുക? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, ഉണ്ണി പറഞ്ഞു. മാണിക്യച്ചമ്പഴുക്ക കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും പിറകിലേക്ക് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം. നടുവിൽ ഒരു കുട്ടിയും. വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം. ഈ അടയ്ക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ആ കയ്യിൽ ഈ കയ്യിലോ മാണിക്യച്ചെമ്പഴുക്ക. അപ്പം നടുവിലിരിക്കുന്ന ബിരുദൻ അറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. അപ്പം നോക്കുക, നമ്മൾ ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയല്ലെങ്കിൽ ആ കുട്ടി തന്നെ ബിരുദനായി തുടരണം. എത്ര കളികളുടെ പേരറിയാം? നമുക്ക് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതൂ. എത്ര കളികളുടെ പേര് കൂട്ടുകാർക്കറിയാലേ? അപ്പം നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിലൊക്കെ കളിക്കുന്ന കളിയാണ് ഏത്? സാറ്റുകളി. പിന്നെ ക്രിക്കറ്റ് കളിക്കാറുണ്ടല്ലേ, ചെസ്സ് കളി, തൊട്ടുകളി, പിന്നെ ഫുട്ബോള്, അങ്ങനെ ഒരുപാട് കളികൾ കൂട്ടുകാർക്കറിയാം. ഇക്കൂട്ടത്തിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതൊക്കെയാ? ചെസ്സ് കളി. അതിന് കളിക്കുകയാണെങ്കിൽ ചെസ്സും പിന്നെ ആ ബോർഡും ഒക്കെ വേണം അല്ലേ? ക്രിക്കറ്റ് ആണെങ്കിലോ ക്രിക്കറ്റിന് ബാറ്റ് വേണം, പിന്നെ ക്രിക്കറ്റ് ബോൾ വേണം അല്ലേ? അതുപോലെ ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ ഏതൊക്കെയാ? സാറ്റുകളി, തൊട്ടുകളി. ഇതിനൊന്നും എന്ത് വേണ്ട? ഉപകരണങ്ങൾ വേണ്ട. ഇനി പറയാം, നോക്കാം നമുക്ക്. ഈ കളികളിൽ 2 പേർ മാത്രം കളിക്കാവുന്നവ ഏതൊക്കെയാ? സംഘമായി കളിക്കാവുന്നവയോ? 2 ആൾ മാത്രം കളിക്കാൻ പറ്റിയ കളി ഏതാ? നിങ്ങൾക്കറിയാവുന്നത് ഒളിച്ച് കളി പറ്റൂലേ? ഒളിച്ച് കളിക്കുകയാണെങ്കിൽ 2 ആൾ പോരെ? ഒരാൾ ഒളിക്കുക, ഒരാൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എണ്ണാൻ നിൽക്കുക അല്ലേ? അങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കളികളുണ്ട്, നിങ്ങൾക്ക് ഓർത്ത് നോക്കിയാൽ കിട്ടും. ഇനി എനിക്കിഷ്ടപ്പെട്ട കളി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് വിവരണം എഴുതൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും പിന്നെ ഇഷ്ടപ്പെട്ട കളികൾ എന്താ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട കളികളെ കുറിച്ചിട്ട് ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയിട്ട് എഴുതണം. ഇനി നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. മാഞ്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരിവരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ട? കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ? കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല. രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. ഇനി ഇവിടെ ചിത്രത്തിൽ നമുക്കൊരു കുളം കാണാം. ഈ കുളത്തിൻ്റെ സൈഡിൽ ഒരു ബോർഡ് കാണാം അല്ലേ? എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ഈ കുളം നമ്മുടേത്, വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എഴുതൂ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, പിന്നെയോ കടൽ തീരം,
അതേപോലെ ഇനി ഇഷ്ടം പോലെ കൂട്ടുകാർക്ക് കിട്ടും. അതുപോലെ ഇനി നോക്കുക, കുളത്തിൻ്റെ കരയിൽ വെച്ച ബോർഡ് കണ്ടില്ലേ? ഇത്തരം ബോർഡുകൾ മറ്റെവിടെയൊക്കെ സ്ഥാപിക്കാം? അപ്പോൾ ഒരു ആശുപത്രിയുടെ അടുത്താണെങ്കിൽ എന്തുണ്ടാവും? ബോർഡ് വെച്ചത് കാണാം. പിന്നെ എന്താ, വനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ബോർഡ് വെച്ചത് കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിന്നെയോ അങ്ങനെ പിന്നെ പൊതു ഇടങ്ങളിലൊക്കെ ബോർഡുകൾ കാണുമ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട്? അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കാം ഏതൊക്കെ തൊഴിലാണ് ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നതെന്ന്. അതാ ചട്ടി തലയിൽ വെച്ചിട്ട് ഒരാൾ പോകുന്നത് കാണാല്ലേ, മൺപാത്ര വിൽപ്പനക്കാരനാണ് അത്. പിന്നെയോ ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണാം. പിന്നെയോ തയ്യൽക്കാരിയുണ്ട് അല്ലേ, മീൻകാരനുണ്ട്, പോലീസ് ഉണ്ട്, അധ്യാപികയുണ്ട്. പിന്നെ ആരാ ഉള്ളത്? ലൈൻമാൻ ഉണ്ട് അല്ലേ, അതാ അവിടെ പോസ്റ്റിൻ്റെ മുകളിൽ ഒരാളെ കാണാം. അങ്ങനെ പിന്നെ കർഷകരുണ്ട് അല്ലേ, വയലിലേക്ക് നോക്കിയാൽ പാടത്ത് കർഷകരെ കാണാം. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചിത്രത്തിൽ കാണാം. ഇനിയോ ഈ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ടെന്ന് ചോദിച്ചില്ലേ? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ തന്നിരിക്കുന്ന ഈ ഏരോ മാർക്കുകളില്ലേ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ? ആദ്യം പിന്നെ ആരാണോ ഈ ബുക്കിൽ എഴുതാൻ പോകുന്നത് വെച്ചാൽ അവരതാണ് ആദ്യം എഴുതേണ്ടത്. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഇങ്ങനെ എന്താ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാരൊക്കെ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അത് അവിടെ എഴുതി ചേർക്കണം. പിന്നെയോ നമ്മുടെ കൂട്ടുകാർ, അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ജോലിക്ക് പോകുന്നത്, അവരൊക്കെ ഏതൊക്കെ ജോലിയിലാണ് ഏർപ്പെട്ടതെന്നാണ് രണ്ടാമത്തെ കള്ളിയിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി വാക്കുകൾ എഴുതാം, വായിക്കാം. ഇവിടെ ഒരു വൃത്തത്തിനകത്ത് എന്താണ്, കുറച്ച് അക്ഷരങ്ങൾ കാണാം. ദ, ത, ദ, ദ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തൊട്ടപ്പുറത്ത് അതിൻ്റെ വൃത്തത്തിൻ്റെ പുറത്തായിട്ട് കുറച്ച് വാക്കുകൾ കാണാം. ര, പ, ജ, ഗ, ക, ന, യ, ഗ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ പദങ്ങൾ നോക്കാം. ഇവിടെ ചിത്രത്തിൽ ഇത് അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഏതൊക്കെ? രഥം എന്ന് തന്നിട്ടുണ്ട്, പാത തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? കായും ധായും വെച്ച് എന്തുണ്ടാക്കാം? കഥ. പിന്നെ പായും തായും വെച്ചിട്ടോ പദ. പിന്നെ പായും ഞായും വെച്ച് പന. പിന്നെ താ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിന് വള്ളിയിട്ട തീനായി. തീയും രായും വെച്ച് എന്തുണ്ടാക്കാം? തിര. പിന്നെ ദായും യായും വെച്ച് ദയ. പിന്നെ നായും ദായും വെച്ച് ദാക്കി വള്ളിയിട്ട് എന്തായി? നദി. പിന്നെ ഗാക്കി എന്താ? ഗാ എന്നുള്ള എന്താ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗാനം. പിന്നെ ജയ, ഗീത, ധനം, ഗദ, ജനം, രാജ്യം, ഗിരിജ. ഇങ്ങനെ ഒട്ടേറെ വാക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി വാക്യങ്ങൾ എഴുതാം. കണ്ടെത്തിയ വാക്കുകൾ കൊണ്ട് വാക്യങ്ങൾ എഴുതൂന്നാ പറഞ്ഞത്. ഇവിടെ നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് എന്താ? രഥം പാതയിലൂടെ ഓടി. അതേപോലെ ഇനി വേറൊരു പദം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ? ഒരു വാക്യം ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക, നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ? ജയ കഥ വായിച്ചു നമുക്ക് ഉണ്ടാക്കല്ലേ. അങ്ങനെ ഇനിയും ഒരുപാട് വാക്യങ്ങളെ നമുക്കിതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതാ കളിപ്പാട്ടം നിർമ്മിക്കാം. അമ്മമ്മ കുട്ടികൾക്ക് ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് ഇത്തരം കളിപ്പാട്ടം ഉണ്ടാക്കാമോ? അത് ചിത്രത്തിൽ നോക്കാം. ചാഞ്ചാടും പാവ, മച്ചിങ്ങ വണ്ടി. 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ചാഞ്ചാടും പാവ, ഇതിനെന്തൊക്കെയാ വേണ്ടത്? 3 മച്ചിങ്ങ വേണം. അതുപോലെ ഒരു വലിയ ഇർക്കിലും 2 ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ഇർക്കിലുകളും വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കാം? ചാഞ്ചാടും പാവയെ ഉണ്ടാക്കാം. പിന്നെ മച്ചിങ്ങ വണ്ടിയാണ്, അതിനെന്തൊക്കെയാ വേണ്ടത്? അതിന് പിന്നെ പ്ലാവില വേണം, 2 മച്ചിങ്ങ വേണം, പിന്നെയോ 2 ഈർക്കിലും പിന്നെ ഒരു ചെറിയ ഈർക്കിലിങ്ങനെ പ്ലാവിലേമ കുത്തി കൊടുത്തത് കാണാം കേട്ടോ. അങ്ങനെ കൂട്ടുകാരൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല രസമാണ്. ഇനി അമ്മമ്മയുടെ നാടിൻ്റെ പ്രത്യേകതകൾ വായിച്ചല്ലോ. നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു ലഘു വിവരണം തയ്യാറാക്കൂ. എങ്ങനെയാണ് ലഘു വിവരണം തയ്യാറാക്കുക? അമ്മമ്മയുടെ നാടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പാഠഭാഗത്ത് വായിച്ചിട്ടുണ്ട് അല്ലേ. അമ്മമ്മയുടെ നാട്ടിൽ എന്തൊക്കെയാണുള്ളത്? നാട്ടിൻപുറാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ധാരാളം മരങ്ങളുണ്ട്, കൊച്ചു കൊച്ചു വീടുകളുണ്ട്, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങളുണ്ട്, ഉയർന്ന മലനിരകളുണ്ട്, പാടമുണ്ട്, തോടുണ്ട്. പിന്നെ വെള്ളക്കൊക്കുകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വരമ്പത്ത്. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അമ്മമ്മയുടെ നാടിലെ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടും എല്ലാം നിറഞ്ഞിട്ടുള്ള. അപ്പം കൂട്ടുകാരുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നിരീക്ഷിച്ച ശേഷം ഒന്ന് എഴുതി നോക്കണം. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിനു കാതോർത്തിയിടും പൂക്കളുമുള്ളൊരു മലനാട്. കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. അപ്പം പറയാം, എഴുതാം. മലനാടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം. മലനാട്ടിൽ എന്തൊക്കെ ഉണ്ട്? കുളവും തോടും ഒക്കെ ഉണ്ട് അല്ലേ? കുളിർച്ചോലകളും, പിന്നെയോ കളകളമൊഴുകുന്ന അരുവിയുണ്ട്, കാറ്റിൽ പാട്ടിന് കാതോർക്കുന്ന പൂക്കളുണ്ട്, പിന്നെന്താ ഉള്ളത്? കാടും മേടും കതിരണി വയലും. കാടുണ്ട്, മേടുണ്ട്, കതിരണി വയലിൽ എന്തുണ്ടായി നിൽക്കുന്നുണ്ട്? നെല്ല് നല്ല വിളഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെയോ അണിയണി നിൽക്കും തെങ്ങുകളും, നല്ല തെങ്ങിൻ തോപ്പുകളുണ്ട്. പിന്നെ പക്ഷികൾ പാടും പൂന്തോപ്പുകളും, പക്ഷികൾ പാട്ട് പാടുന്ന നല്ല പൂന്തോപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള എന്താണ് എത്ര മനോഹരം എന്നാട്. ഇങ്ങനെയെല്ലാം എത്രയോ മനോഹരമാണ് എൻ്റെ നാട് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇനി എഴുതാം. കുളവും തോടും കാടും മേടും ഇതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? എഴുതൂ. അപ്പം നോക്കാം. കാറ്റും മഴയും അല്ലേ, അങ്ങനെ പറയാം. പിന്നെയോ കാടും മേടും, മാനും മയിലും, ആകാശവും ഭൂമിയും, പിന്നെയോ രാവും പകലും, കായലും കടലും. ഇനി പറയാം, എഴുതാം. ഈ കവിതയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ. അപ്പം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? മലനാടിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം വേണമെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് എഴുതാം? മലനാട് എന്ന് കൊടുക്കാം ഹെഡിങ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? എൻ്റെ നാട് എന്ന് കൊടുക്കാം അല്ലേ? അങ്ങനെ നമുക്ക് യോജിച്ചത് നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല ഒരു ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട് എന്താണ് ഈ കവിതയ്ക്ക് നൽകാം. കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ പറയൂ, എഴുതൂ. നമുക്ക് നോക്കാം കവിതയുടെ ആശയം. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകുന്ന അരുവികളും കാറ്റിൻ്റെ പാട്ടിന് കാതോർക്കുന്ന പൂക്കളും ഉള്ളതാണ് നമ്മുടെ മലനാട്. കാടും മേടും കതിരണി വയലും അണിയണിയായി നിൽക്കുന്ന തെങ്ങുകളും പക്ഷികൾ പാടുന്ന പൂന്തോപ്പുകളാലും എത്രയോ മനോഹരമാണ് എൻ്റെ നാട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെ? വീടിൻ്റെ ചിത്രവുമായി വരച്ച് യോജിപ്പിക്കൂ. ഇവിടെ ഒരു വീടിൻ്റെ ചിത്രം കാണാം. ചുറ്റിലും കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തയ്യൽ, പോലീസ്, പെയിൻറ്റിങ്, എൻജിനീയറിങ്, അധ്യാപനം, മരപ്പണി, വയറിങ്, വാർപ്പുപണി. ഇതിലേതൊക്കെയാണ് വീട് നിർമ്മാണവുമായി നമുക്ക് ബന്ധപ്പെട്ടതെന്ന് നോക്കാം. അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ ആദ്യമായിട്ട് ആര് വരും? എൻജിനീയർ വന്നിട്ടാണ് അളവും കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയിട്ട് നമുക്കൊരു വീട് പണി തുടങ്ങണമെങ്കിൽ ആദ്യം വരൂലേ. പിന്നെ എന്തൊക്കെ ഉണ്ട്? പിന്നെ മരപ്പണിക്കാർ വേണം, വയറിങ്ങുകാർ വേണം, വാർപ്പ് പണിക്കാർ വേണം അല്ലേ. പിന്നെയോ ഇത് വീട് പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കാൻ ആര് വേണം? പെയിൻറ്റിങ്ങുകാർ വേണം. അപ്പോൾ ഇതിൽ യോജിച്ചവ മാത്രം വീടിനടുത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ വരച്ച് യോജിപ്പിക്കണം.